ഞാൻ ശ്രീതു, തേർഡ് ഇയർ ബികോം സ്റ്റുഡന്റ് ഫ്രം അമൽ കോളേജ്. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ടാക്സ് ഓഫ് സാലറി ഓഫ് ഇൻകം ടാക്സിലെ ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. മിസ്റ്റർ രാജീവ് ഫർണിഷ്ഡ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഹിസ് ഇൻകം ഫോർ ദി ഇയർ 2018-19. സാലറി 15,000 പെർ മന്ത്, DNS അലവൻസ് 1250 പെർ മന്ത്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 1000 പെർ മന്ത്, എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF rupees 24,000 each, ഇൻട്രസ്റ്റ് ഓൺ PF at 9.5% per annum rupees 90,000. സിറ്റി കമ്പൻസേറ്ററി അലവൻസ് 200 പെർ മന്ത്, മെഡിക്കൽ അലവൻസ് 15,000, സ്വീപ്പർ 200 പെർ മന്ത്, സെർവൻറ്റ് 750 പെർ മന്ത്. സൊല്യൂഷൻ പോവാം. ഇതിൽ ഒന്നാമത് സാലറിയാണ്. സാലറി പറഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ ആണ്. അതായത് സാലറി എത്രയാണ് അത് മുഴുവൻ ടാക്സ് കൊടുക്കണം. അതിൻ്റെ സാലറി 15,000 ആണ്. അത് ഇയർലി കൺവേർട്ട് ചെയ്യുമ്പോൾ 15,000 ഇൻറ്റു 12 1,80,000. അടുത്തത് DNS അലവൻസ് DA, അതും ഫുള്ളി ടാക്സബിൾ ആണ്. 1250 ഇൻറ്റു 12 15,000. അടുത്തത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, അത് ഫുള്ളി ടാക്സബിൾ ആണ്. 1000 ഇൻറ്റു 12 12,000. ഇനി എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു RPF ഇൻ എക്സസ് ഓഫ് 12%. അതായത് RPF ആണ് സാലറി എന്നുണ്ടെങ്കിൽ സാലറിയുടെ 12% കൂടുതലുള്ളതിന് ടാക്സ് കൊടുക്കണം. ഇവിടെ സാലറി 1,80,000 ആണ്. ഇതിൻ്റെ 12% പറയുന്നത് 2,160. അതായത് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്തത് 24,000 ആണ്. അപ്പോൾ ടാക്സ് ഇല്ലാത്ത എമൗണ്ടായ 2,160 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 2,400 കിട്ടും. അതാണ് ഇവിടെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ തന്നെ ഇൻട്രസ്റ്റ് ഓഫ് PF at 9.5% per annum പറയുന്നുണ്ട്. അതായത് RPF ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ 9.5% മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടാക്സ് കൊടുത്താൽ മതി. ഇവിടെ ഇൻട്രസ്റ്റ് 9.5 ആയതുകൊണ്ട് ആ കാൽക്കുലേഷൻ ഇവിടെ കാണിക്കേണ്ട. അടുത്തത് സിറ്റി കമ്പൻസേറ്ററി അലവൻസ്, അത് 200 ഇൻറ്റു 12 2,400. മെഡിക്കൽ അലവൻസ് 10,000. സ്വീപ്പർ 200 ഇൻറ്റു 12 പെർ മന്താണ് 2,400. സെർവൻറ്റ് 750 ഇൻറ്റു 12 പെർ മന്താണ് 9,000. ടോട്ടലി ഗ്രോസ് സാലറി കിട്ടിയത് 2,33,200 ലെസ് സ്റ്റാൻഡേർഡ് ഡെഡക്ഷന് 40,000. ടോട്ടലി ടാക്സബിൾ സാലറി കിട്ടിയത് 1,93,200. I am conclude here. Thank you everyone.